ഹലോ മൈ ഡിയർ ഗോഡ് പീപ്പിൾസ്, നമ്മൾ ഹൗസ് ഓഫ് ദ ഡ്രാഗൻ്റെ ലോകം എന്താണെന്ന് അറിഞ്ഞു. ആദ്യ സീസണിൻ്റെയും രണ്ടാം സീസണിൻ്റെയും കഥ പറഞ്ഞ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിർണായകമായ കൊടും യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന റാനിറയ്ക്ക് അടുത്തേക്ക് ആലിസൺ രഹസ്യമായി എത്തി യുദ്ധവും രക്തചീന്തലും ഒഴിവാക്കി തൻ്റെ മക്കൾക്ക് അപകടം വരുത്തുമെന്ന് അഭ്യർത്ഥിച്ച ശേഷം അതിന് പകരം അയൺ ത്രോണിൻ്റെ അവകാശം അവൾക്ക് തന്നെ നൽകാമെന്ന് ഒരു ഡീൽ പുറപ്പെടുവിച്ചു. എന്നാൽ റാനിറയ്ക്ക് സമാനമായിരിക്കണമെങ്കിൽ ആലിസന്റെ പുത്രൻ കിങ് എയ്ഗനെ കൊല്ലുക തന്നെ വേണമായിരുന്നു. വളരെ വേദനയോടെ അവളതിന് സമ്മതിച്ച ശേഷം കേവലം ദിവസങ്ങൾക്കുള്ളിൽ കിങ്സ് ലാൻഡിങ്ങിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കാമെന്ന് വാക്കുകൊടുത്താണ് അവൾ ഡ്രാഗൺ സ്റ്റോണിൽ നിന്ന് തിരിച്ചത്. അപ്പോൾ നമ്മൾ ആ ചരിത്രം തിരുത്താൻ കെൽപ്പുള്ള ആ ഒരു മൊമെന്റിന് ശേഷം വീണ്ടും വെസ്റ്റ്രോസ് ലോകത്തേക്ക് കടക്കുമ്പോൾ അത് നിഗൂഢമായ ഒരു മലമ്പ്രദേശത്താണ്. അവിടെ ഒരാട് വളരെ ശാന്തമായി പുല്ലു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആകാശത്തു നിന്നൊരു ഭയങ്കരമായ ഡ്രാഗൺ പ്രത്യക്ഷപ്പെടുന്നത്. അത് കടുത്ത ദേഷ്യത്തോടെ താഴേക്ക് കുതിച്ചു വന്ന് ഒറ്റ നിമിഷം കൊണ്ട് ആടിനെ തീർപ്പ് വേവിച്ച് കഷ്ണങ്ങളാക്കി കീറിമുറിച്ച് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങിക്കളഞ്ഞു. നമ്മൾ കണ്ടിരുന്നു, ഈ ഒരു വൈൽഡ് ഡ്രാഗണെ തേടിയാണ് സ്വന്തമായ ഒരു ഡ്രാഗൺ ഇല്ലാത്ത വിടവ് നികത്താനായി റെയ്ന ഇറങ്ങി തിരിച്ചത്. ഈ ഒരു സമയത്ത് അവിടെ അടുത്ത് ഒളിച്ചിരിക്കുന്ന റെയ്ന വളരെ സൂക്ഷ്മതയോടെ ആ മൃഗത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുകയാണ്. അവൾ പതുക്കെ മുന്നോട്ട് നീങ്ങി അതിൻ്റെ ക്രൂരതയ്ക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വളരെ മൃദുവായ വാക്കുകൾ ഉപയോഗിച്ച് ആ ഡ്രാഗനെ ശാന്തനാക്കാൻ നോക്കുന്നു. എന്നാൽ മെരുങ്ങാതെ കാടത്തമായി നിൽക്കുന്ന പോലെ ആണെങ്കിലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഡ്രാഗൺ അവളെ തൻ്റെ പുറത്തേക്ക് കയറാൻ അനുവദിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി അതിൻ്റെ പുറത്തിരുന്ന് സുരക്ഷിതമാണെന്ന് ഉറപ്പായതും ആടിനെ മോട്ടിച്ചു തരുന്ന ഷീപ്പ് സ്റ്റീലർ എന്ന ഡ്രാഗൺ പെട്ടെന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ഇതേസമയം കിങ്സ് ലാൻഡിങ്ങിലെ റോയൽ കാസിലായ റെഡ് കീപ്പിൽ എയ്ഗണ് പകരമായുള്ള പ്രിൻസ് റീജൻ്റായ എയ്മണ്ട് തൻ്റെ അടിമകളിൽ ഒരാളെ പെട്ടെന്ന് വിളിച്ചു ഉണർത്തുകയാണ്. അവൻ കടുത്ത ദേഷ്യത്തിലായിരുന്നു. ആ മനുഷ്യനെ കൊല്ലാൻ പോലും അവൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം അവൻ്റെ സഹോദരനായ രാജാവ് എയ്ഗൺ അവൻ്റെ കിടക്കയിലോ അല്ലെങ്കിൽ ആരുടെയും കാവലിലോ ഇല്ലായിരുന്നു. പഴയ സംഭവങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ യുദ്ധങ്ങൾക്ക് ശേഷം രാജാവ് തീർത്തും കിടപ്പിലെ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ മൂപ്പരെ കാണാനില്ല. ദേഷ്യം തിരക്കി പിടിച്ച എയ്മണ്ട് ആ വേലക്കാരനോട് പറയുന്നത് അവൻ്റെ അശ്രദ്ധ വലിയൊരു ചതിയാണെന്നും അതിനുള്ള ശിക്ഷ ഉടനടിയുള്ള മരണമാണെന്നുമാണ്. എന്നാൽ കൗൺസിലിലെ ഒരംഗം കറക്റ്റ് സമയത്ത് വന്ന് എയ്മണ്ടിനെ തടയുന്നു. രാജാവ് ഒറ്റയ്ക്കല്ല പോയതെന്നും ലോർഡ് ലാരിസ് സ്ട്രോങ്ങിനൊപ്പമാണ് രാജു രക്ഷപ്പെട്ടെന്നും അയാൾ അവനോട് വെളിപ്പെടുത്തുന്നു. ഇതേസമയം മൺപാതയിലൂടെ വിദൂരത്തേക്ക് പോകുന്ന ഒരു വണ്ടിയിൽ എയ്ഗൺ ആകെ അവശനായി കിടക്കുകയായിരുന്നു. ഒപ്പം ലാരിസും ഉണ്ട്. ആകാശത്ത് വെച്ച് കിടന്ന അവസാന യുദ്ധത്തിലെ മുറിവുകൾ ഓരോ സെക്കൻഡിലും അവനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. വേന കൊണ്ട് നീർന്ന യുവരാജാവ് തൻ്റെ ശരീരം തകർത്ത് ഈ കഠിനമായ കുത്തിവലി മാറ്റാൻ പോപ്പി മിൽക്ക് ചോദിച്ച് പൊളയുന്നെങ്കിലും ലാരിസ് അവരെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് പറയുകയാണ്, വേറെ വഴിയില്ല പ്രഭു, ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. ശ്രദ്ധിക്കണം, നന്നായി വിശ്രമിക്കണം, കാരണം നിങ്ങളൊരു രാജാവാണ്. എന്നാൽ കടുത്ത നിരാശയോടെ എയ്ഗൺ പറയുന്നത് താൻ ഒന്നിൻ്റെ രാജാവല്ലെന്നും തനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, തൻ്റെ സിംഹാസനത്തിൽ ഇപ്പോൾ ഒരു കാക്കക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ലെന്നാണ്. ഈ ഒരു കറക്റ്റ് സമയത്താണ് റനീറയുടെ കൂറുള്ള ചില ആളുകൾ വഴിയിൽ വെച്ച് ഇവിടെ വണ്ടി തടയുന്നത്. അവിടുത്തെ ആ ചെക്ക് പോസ്റ്റ് കടക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. യഥാർത്ഥ രാജ്ഞിയോട് കൂറ് പ്രഖ്യാപിച്ച് മുട്ടുകുത്തണം. കൂടാതെ എയ്ഗോണിൻ്റെ പേരിനെ ശപിക്കുകയും വേണം. വെറും സാധാരണ ഭിക്ഷാടകരെ പോലെ അഭിനയിച്ച് രക്ഷപ്പെടാനായിരുന്നു അവിടെ ശ്രമം. ലാരിസ് വേഗം തന്നെ കാര്യം മനസ്സിലാക്കി കളി തുടങ്ങി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ഉപദേശി റനീറയുടെ കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെട്ടതുപോലെ മുട്ടുകുത്തി. എന്നാൽ എയ്ഗൺ അതിനെ വിസമ്മതിച്ചു. ഒന്നുമില്ലെങ്കിൽ രാജാവല്ലേ. വിസമ്മതിച്ചെന്ന് മാത്രമല്ല, ചെയ്യില്ലെന്ന് ധിക്കരിച്ച് സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പടയാളികൾ അവനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അവൻ്റെ ആ ഒരു പെരുമാറ്റം തങ്ങളുടെ രാജ്ഞിയോടുള്ള, അതായത് വെസ്റ്റ്രോസിലെ യഥാർത്ഥ രാജ്ഞിയോടുള്ള വലിയൊരു അപമാനവും ചതിയുമായി ഗാർഡുകൾ കണക്കാക്കി. എന്നാൽ അധികാരം നഷ്ടപ്പെട്ട ആ രാജാവ് ഈ അവസ്ഥയുടെ വിരോധാഭാസം കണ്ട് പുച്ഛത്തോടെ ചിരിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ എയ്ഗനെ കൊലപ്പെടുത്തുന്നത് തടയാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ലാരിസ് പിടിപിടിയാരോട് സത്യം തുറന്നു പറയുന്നു. താൻ രാജ്യത്തെ ഉപദേശിയാണെന്നും തൻ്റെ കൂടെയുള്ള ആ മുഖം വികൃതമായി പൊള്ളലേറ്റ മനുഷ്യൻ മറ്റാരുമല്ല, സാക്ഷാൽ എയ്ഗോൺ രാജാവാണെന്നും അവൻ വെളിപ്പെടുത്തുന്നു. റെയ്നീസും അവളുടെ ഡ്രാഗൺ മെലിസുമായി നടന്ന ആ കടുത്ത യുദ്ധത്തിൽ ശരീരമാകെ പൊള്ളിയതുകൊണ്ടാണ് ഇവൻ ഈ കോലത്തിലായതെന്നും ലാരിസ് സ്ട്രോങ് വിശദീകരിക്കുന്നു. എയ്ഗണിതിനെ എതിർത്തുകൊണ്ട് ഈ പറയുന്നതെല്ലാം കളവാണെന്ന് നിൽക്കുന്നെങ്കിലും ഇതൊന്നും ഒരു മോശം തമാശയല്ലെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ലാരിസ് തൻ്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന എയ്ഗണിൻ്റെ രാജകിരീടം പുറത്തെടുത്ത് കാണിക്കുന്നു. തങ്ങളോടൊപ്പം രക്ഷപ്പെടാൻ ഇപ്പോൾ കൂടെ നിൽപ്പുള്ള മറ്റു മനുഷ്യരെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. എന്നാൽ തങ്ങളങ്ങനെയല്ല എന്ന് പറഞ്ഞ് ആ തന്ത്രശാലിയായ സ്ട്രോങ് പടയാളികളെ വിശ്വസിപ്പിക്കുന്നു. അതുകൊണ്ടിപ്പോൾ ബ്ലാക്ക് പക്ഷത്തുള്ള പടയാളികൾക്ക് അവരെ കൊല്ലണമെങ്കിൽ കൊല്ലാം. അവരുടെ വിധിയിൽ തനിക്കൊരു താല്പര്യമില്ലെന്നും അവൻ പറയുന്നു. അങ്ങനെ ആ ഗാഡ്സ് ഈ കരാർ അംഗീകരിക്കുകയും വിലമതിക്കാനാവാത്ത ഈ രണ്ട് യുദ്ധത്തടവുകാരുമായി ഇവരെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതേസമയം ഡ്രാഗൺ സ്റ്റോണിലെ വലിയ ഹോളുകളിലിരുന്നുകൊണ്ട് റനീറ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ആകെ സംശയത്തിലായിരുന്നു. ആലിസൺ ഹൈടവറിൻ്റെ വാക്കുകൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നവൾക്കറിയില്ലായിരുന്നു.
തന്നെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും കെണിയാണോ എന്ന ഭയവും അവളുടെ ഉള്ളിനുള്ളിലുണ്ട്. കാര്യങ്ങൾ വളരെ സങ്കീർണമായി നിൽക്കുന്നതും തൻ്റെ മകനും അവകാശിയുമായ ജെയ്സേറിസ് വെലാറിയൻ പങ്കിടുന്ന കഴിഞ്ഞകാല സംഭവങ്ങൾ കൂടി കാരണം അവൾക്കുള്ളിൽ വലിയൊരു ആത്മസംഘർഷമുണ്ടെന്ന് വ്യക്തമാണ്. ജെയ്സ് റനീരയോട് പറയുന്നത് യുദ്ധത്തിൽ പതറാൻ പാടില്ലെന്നും ഗ്രീൻ പക്ഷത്തുള്ള ആരെയും വിശ്വസിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുമാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയും നമ്മൾ ചതിക്കപ്പെടുകയും ചെയ്താൽ അടുത്ത ഏറ്റുമുട്ടലിൽ എയ്മണ്ടും അവൻ്റെ കൂട്ടൻ ഡ്രാഗൻ വെഗാറും തങ്ങളെ ജീവനോടെ വിഴിയും കളയുമെന്ന് ആ യുവാവ് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അലിസന്റെ ഓഫർ സത്യമാണെന്നും അവൾ പറഞ്ഞതുപോലെ തന്നെ എയ്ഗൺ ഇപ്പോൾ കിടക്കയിലാണ്. എയ്മണ്ടാകട്ടെ യുദ്ധത്തിനായി ഹാരൻ ഹാളിലേക്കായിരിക്കുമെന്നും ആലിസൺ പറഞ്ഞത് കൃത്യമായിരിക്കുമെന്നും അവൻ്റെ അമ്മ നിർബന്ധിച്ച് പറയുന്നു. കൂടാതെ ഈ തർക്കം അവസാനിപ്പിക്കാൻ തനിക്ക് എയ്ഗണെ കൊല്ലാൻ കഴിയുമെന്ന് വരെ അവൾ അവകാശപ്പെടുകയാണ്. എന്നാൽ ശത്രുവിൻ്റെ വാഗ്ദാനങ്ങളിൽ മകനൊട്ടും വിശ്വാസമുണ്ടായിരുന്നില്ല. അധികം വൈകാതെ അവളുടെ ഏറ്റവും വിശ്വസ്തരായ ആളുകളും ഉപദേശകരും പെയിൻറ്റഡ് ടേബിളിന് ചുറ്റും ഒരുമിച്ച് കൂടുന്നു. അവിടെ വെച്ചായി എയ്മണ്ടും ക്രിസ്റ്റൻ കോളും ചേർന്ന് അവരുടെ സൈന്യവുമായി റിവർലാൻഡ്സിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി ദൂരെയുള്ളൊരു നഗരത്തിൽ ഒത്തുകൂടുമെന്ന് റനീർ അവരോട് പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും തലസ്ഥാന നഗരം കാവില്ലാതെ കിടക്കുകയും ചെയ്യുമ്പോൾ അലിസന് രംഗത്തിറങ്ങി നഗരത്തിൻ്റെ വാതിലുകൾ ഉള്ളിൽ നിന്ന് തുറന്നു കൊടുക്കാൻ സാധിക്കും. ആ രീതിയിൽ റനീറയ്ക്ക് നേരിട്ട് സിംഹാസന ആളിലെത്തി എയ്ഗോണിനെ കൊന്ന് തൻ്റെ ജന്മാവകാശം വീണ്ടെടുക്കാൻ കഴിയും. കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്നും പടയാളികളെയും വെലാരിയൻ കപ്പൽപ്പടയുമുള്ള എല്ലാ സംഘങ്ങളെയും കൃത്യമായി വിന്യസിക്കണമെന്നും ലോർഡുമാർ നിർബന്ധം പിടിക്കുന്നു. അവസാനത്തെ ആക്രമണത്തിനായി എല്ലാം പൂർണ്ണ സജ്ജമാക്കണം. ഹൈടവേഴ്സിൻ്റെ വാഗ്ദാനങ്ങൾ കേട്ട് ഇങ്ങനെ എളുപ്പത്തിൽ വിശ്വസിക്കരുതെന്ന് മകൻ വീണ്ടും അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ റനീറ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അവൾ ഒട്ടും വഴങ്ങാതെ തൻ്റെ അഭിപ്രായം മാറ്റാൻ തയ്യാറാകുന്നില്ല. അലിസൺ തൻ്റെ രഹസ്യയാത്രയ്ക്ക് ശേഷം കിങ്സ് ലാൻഡിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കിങ്സ് ഗാർഡിലെ ഒരു നൈറ്റ് അവളെ തടഞ്ഞു നിർത്തി പ്രിൻസ് റീജന്റ് അവളുടെ അടിയന്തരമായി കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. എയ്ഗണിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അറിയാൻ അവൻ്റെ മുറിയിലേക്ക് പോകാനാണ് അലിസൺ വിചാരിച്ചത്. എന്നാൽ വലിയ സിംഹാസന ഹാളിലേക്ക് പോകാനാണ് ആ നൈറ്റ് കർശനമായി ആവശ്യപ്പെടുന്നത്. ആ വലിയ ഹാളിലെത്തുമ്പോൾ അലിസൺ അത്ഭുതത്തോടെ കാണുന്നത് എയ്മണ്ട് വളരെ ഗാംഭീര്യത്തോടെ എയ്ഗൺ ദ കോങ്കറുടെ ഇരുമ്പ് സിംഹാസനത്തിൽ അയൺ ത്രോണിൽ ഇരിക്കുന്നതാണ്. അവൾ ശ്വാസം അടക്കി പിടിച്ച് ചോദിക്കുന്നു, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അവനാകട്ടെ തൻ്റെ ഒറ്റ കണ്ണുകൊണ്ട് അവളെ നോക്കി പറയുന്നത് തൻ്റെ സഹോദരൻ സിംഹാസനം ഒഴിഞ്ഞു കിടക്കാൻ ഇട്ടേച്ച് പോയെന്നും അവനൊരു ഭീരുവാണെന്ന് തെളിയിച്ചെന്നുമാണ്. ഇപ്പോൾ താനാണ് പുതിയ രാജാവും രാജ്യത്തിൻ്റെ സംരക്ഷകനും. അതുകൂടാതെ എയ്ഗൺ ഭരണം രാജിവെച്ച് രാജ്യരാമാനം ഇരുട്ടിൽ ലാരിസിനൊപ്പം ഒളിച്ചോടിയ കാര്യം വളരെ പുച്ഛത്തോടെ അവൻ അവളെ അറിയിക്കുന്നു. സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഓടി ഒളിച്ച തൻ്റെ സഹോദരൻ ഒരു ഭീരുവും വിഡ്ഢിയുമാണെന്ന് അവൻ വിധിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എയ്മണ്ട് അടിയന്തരമായി അറിയേണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അലിസൻ്റെ എവിടെയായിരുന്നു എന്നാണ്. കാരണം കോട്ടയുള്ള ആർക്കും അവൾ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. തൻ്റെ അസാന്നിധ്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു കത്ത് പോലും അലിസൺ അവളുടെ അടുത്ത് എങ്ങും വെച്ചിട്ടുമുണ്ടായിരുന്നില്ല. ഇതിനു മറുപടിയായി അലിസന്റ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കള്ളം പറയുകയാണ്. കൗൺസിലിൽ ആർക്കും തന്നെ ആവശ്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് കുടുംബത്തിൻ്റെ ഭാവിക്കായി പ്രാർത്ഥിക്കാൻ കിങ്സ് വുഡിലേക്ക് പോയാണെന്ന് അവൾ പറയുന്നു. അതുകൂടാതെ സൈന്യത്തിൻ്റെ നീക്കം നിയന്ത്രിക്കാൻ അവൻ ഉടൻ തന്നെ സർ ക്രിസ്റ്റൻ കോളിനെ കാണേണ്ടതുണ്ടെന്നും അവൾ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ട എയ്മണ്ട് ചതിയൊന്നും ഒട്ടും സംശയിക്കാതെ താൻ നടപ്പിലാക്കാൻ പോകുന്ന യുദ്ധതന്ത്രം അവളോട് പങ്കുവയ്ക്കുന്നു. നഗരവും അവിടുത്തെ കോട്ടയെട്ടിയ തുറമുഖങ്ങളും ഒപ്പം തങ്ങളുടെ വലിയ സൈന്യവും ചേർന്നാൽ ഒടുവിൽ ആ സീ സ്നേക്കിനെ, അതായത് കോൾഡിസ് വെലാരിയനെ തോൽപ്പിക്കാൻ കഴിയുമെന്നും ഗള്ളറ്റിലെ ഉപരോധം തകർത്ത് ഈ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും അവൻ വിശദീകരിക്കുന്നു. തങ്ങൾ ക്ഷമയോടെ ഇരുന്ന് ആക്രമണം തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയത്തിനായി കാത്തിരിക്കുകയാണെന്നും എയ്മണ്ട് ഉറപ്പ് നൽകുന്നു. റിവർലാൻഡ്സിലെ ദൂരെയുള്ളൊരു ഭാഗത്ത് ഡെയ്മൺ ടാർഗറിയൻ താൻ ഏർപ്പെട്ടിരുന്ന ആ രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. ആ വിമത രാജകുമാരൻ തൻ്റെ പ്രശസ്തമായ ഡാർക്ക് സിസ്റ്റർ എന്ന വാളുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്നവരെല്ലാം വെട്ടി വീഴ്ത്തുന്നുണ്ടായിരുന്നു. റിവർലാൻഡ്സിലെ പ്രഭുക്കന്മാരുടെ സൈന്യവും ഇതുതന്നെയാണ് ചെയ്തത്. അവശേഷിച്ച ശത്രുക്കളെ മുഴുവൻ അവർ അറുത്തുകൊന്നു. ആ കൂട്ടക്കൊല അവസാനിച്ചപ്പോൾ യുദ്ധകളത്തിൽ ലാനിസ്റ്റർമാരുടെ സൈന്യം പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് കമാൻഡർ ഡെയ്മനോട് പറയുന്നുണ്ട്. ലാനിസ്റ്റർമാരുടെ നേതാവായ ജേസൺ ലാനിസ്റ്റർ കളി കൈവിട്ടുപോയെന്ന് കണ്ടതും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. എന്തായാലും യുദ്ധം കഴിഞ്ഞു. രോഗങ്ങൾ പടരാതിരിക്കാൻ മരിച്ചു കിടക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതാണ് നല്ലതെന്ന് ക്യാപ്റ്റൻ ഓസ്കാർ ടൂലെ നിർദ്ദേശിക്കുന്നു. എന്നാൽ ഡെയ്മൺ തൻ്റെ പതിവ് അഹങ്കാരത്തോടെ പറയുന്നത് തൻ്റെ ഡ്രാഗണായ കാരക്സസിന് ഒരു വലിയ ചിതയൊരുക്കി ഈ ശവങ്ങളെല്ലാം ഒന്നിച്ചു കത്തിച്ച് കളയാൻ അറിയാമെന്നാണ്. ഈ ഒരു സമയത്താണ് കാടിനുള്ളിൽ നിന്നും കൊടികളുമേന്തി പുതിയൊരു പ്രഭുക്കന്മാരുടെ സൈന്യം അവിടെ മുന്നിലേക്ക് വരുന്നത്. ലോർഡ് റോഡറിക് ഡസ്റ്റിനും സംഘവുമാണത്. ഇതൊരു ചതിയാണെന്ന് കരുതി ഡെയ്മണും പക്ഷവും യുദ്ധത്തിനായി തയ്യാറെടുക്കുകയും അന്തരീക്ഷം വലിഞ്ഞു മുറുകയും ചെയ്യുന്നു. എന്നാൽ ചോരച്ചുന്നതിന് മുൻപ് തന്നെ ആ തർക്കം അവിടെ തീരുകയാണ്. ആ വന്ന ആളുകളുടെ നേതാവ് ലോർഡ് റോഡറിക് ഡസ്റ്റിൻ മുന്നോട്ട് വന്നിട്ട് ശത്രു കമാൻഡറായ ലോർഡ് ജെയ്സന്റെ തല വെട്ടിമാറ്റിയത് കാണിച്ച് തങ്ങൾ യഥാർത്ഥ രാജ്ഞിയായ റനീരയോടൊപ്പം ചേരാനും അവളുടെ കീഴിൽ യുദ്ധം ചെയ്യാനും തയ്യാറാണെന്ന് പറയുന്നു. ഡെയ്മൺ ഈ പ്രവൃത്തിയിൽ സംതൃപ്തനാവുകയും അവരെ ഔദ്യോഗികമായി തൻ്റെ സൈന്യത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം ഹൈടവേഴ്സിൻ്റെ ക്യാമ്പിൽ ഒരു യുവ പടയാളി സർ ഗവിൻ ഹൈടവർ
ക്രിസ്റ്റൻ കോളിനോട് ചോദിക്കുന്നത് പ്രതീക്ഷ പുതിയ സൈന്യവുമായി രാജാവ് എത്തിയുവെന്നാണ്. അതുകൂടാതെ തങ്ങളുടെ മുന്നണിയിലെ ചില പടയാളികൾ അടുത്തുള്ള ഗ്രാമത്തിലെ പെൺകുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കുന്നുവെന്ന വിഷമകര വാർത്തയും അവൻ റിപ്പോർട്ട് ചെയ്യുന്നു. അച്ചടക്കം നിലനിർത്താൻ വേണ്ടി ആ കുറ്റവാളികളെ ഉടൻ തന്നെ തൂക്കിക്കൊല്ലണമെന്ന് ഗെയിൻ നിർദ്ദേശിക്കുകയാണ്. എന്നാൽ അവന് ആ ഉത്തരവ് നേരിട്ട് നൽകാൻ കഴിയുമായിരുന്നില്ല. താൻ കിങ്സ്ഗാർഡിന്റെ ലോർഡ് കമാൻഡർ അല്ലെന്നും ഈ യുദ്ധയാത്രയിലെ വെറുമൊരു നൈറ്റ് മാത്രമാണെന്നുമാണ് ഗെയിൻ പറയുന്നത്. എങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ നമ്മളെ വന്യമൃഗങ്ങളായി കാണാതിരിക്കാനും നമ്മൾ കിരീടത്തിൻ്റെ നൈറ്റുകളാണെന്ന് മനസ്സിലാക്കാനും അവർക്കൊരു നല്ല പാഠം നൽകണമെന്ന് അവൻ വാദിക്കുന്നു. നിരപരാധികളെ ബഹുമാനിക്കാനും തങ്ങളുടെ സംരക്ഷണ പ്രതിജ്ഞ പാലിക്കാനും പഠിക്കേണ്ടവരാണ് അവരെന്നും അവൻ പറയുന്നു. എന്നാൽ ഡ്രാഗൺ യുദ്ധത്തിൻ്റെ ഭീകരത കണ്ട് ആകെ തകർന്നുപോയ മനസ്സും ശൂന്യമായ നോട്ടവുമായിരിക്കുന്ന ക്രിസ്റ്റൻ കോൾ വളരെ തണുപ്പൻ മട്ടിൽ പറയുന്നത്, വൈകിയോ അല്ലാതെയോ യുദ്ധകാലത്തിൽ എല്ലാവരും വന്യമൃഗങ്ങളായി മാറും. നമ്മുടെയൊക്കെ അവസാന സമയം വളരെ അടുത്തെത്തി കഴിഞ്ഞു. ഇതേസമയം ഡ്രാഗൺ സ്റ്റോണിലെ ഒരു ശാന്ത പ്രദേശത്തിരുന്ന് സാധാരണ പശ്ചാത്തലത്തിൽ നിന്നും വന്ന് പെട്ടെന്ന് ഡ്രാഗൺ റൈഡർമാരായി മാറിയവർ ഡ്രാഗൺ സീഡ്സ് തങ്ങളുടെ അപ്രതീക്ഷിത വളർച്ചയെക്കുറിച്ച് പരസ്പരം സംസാരിക്കുകയായിരുന്നു. ഉൾഫ് വളരെ തുറന്നു പറയുന്നത് താൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രത്യേക ആളാണെന്ന് കരുതിയിട്ടില്ലെന്നാണ്. തലസ്ഥാനത്തെ വേശ്യാഗ്രഹത്തിൽ വെച്ച് തൻ്റെ മാതാവിന് ഒരു ടാർഗറിയനിലുണ്ടായ വെറുമൊരു പാവമിരപ്പാളിയാണ് താനെന്നും അങ്ങനെയാണ് തനിക്ക് ഈ ചോര കിട്ടിയതെന്നുമാണ് അവൻ പറയുന്നത്. കൂടാതെ പണ്ട് താൻ കുട്ടിയായിരുന്നപ്പോൾ നാണയങ്ങളും ചോക്ലേറ്റുകളും തന്ന് സഭയിലെ ഒരു പുരോഹിതൻ തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ നോക്കിയ കാര്യം കടുത്ത ദേഷ്യത്തോടെ അവൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷയം മാറ്റി അവൻ കൂട്ടുകാരോട് ചോദിക്കുകയാണ് അവർ സത്യത്തിൽ ആരാണെന്നും അവരുടെ കഥ എന്താണെന്നും. അങ്ങനെ അവർ ഔദ്യോഗികമായി സ്വയം പരിചയപ്പെടുമ്പോൾ വലിയൊരു ലക്ഷ്യത്തോടെയാണ് തങ്ങളിവിടെ ഉള്ളതെന്നും ആകാശത്തിലായി ബേഗാറിങ്ങോട്ടേക്ക് പറന്നു വരുമ്പോൾ അവളെ കൊല്ലാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും അവർ പറയുന്നു. റനീരയുടെ ഈ ഭ്രാന്തൻ ദൗത്യത്തിൽ ഉൾഫ് അവളെ സഹായിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. യുദ്ധം അതിജീവിച്ചാൽ അവന് നൈറ്റ് പദവിയും സ്വന്തമായി ഭൂമി നൽകാമെന്നാണ് റനീരയുടെ വാഗ്ദാനം. എന്നാൽ ആഡം ഓഫ് ഹോൾ അവനെ ഗൗരവത്തോടെ നോക്കിയിട്ട് പറയുകയാണ്, ഒരു യഥാർത്ഥ നൈറ്റിന് ഒരു കുതിരയും വാളും മാത്രമേ കാണൂ, അല്ലാതെ സ്വന്തമായി കോട്ടയൊന്നും ഉണ്ടാകില്ല. ഒരു ലോർഡ് കമാൻഡർക്കോ വലിയൊരു പ്രഭുവിനോ മാത്രമേ അത്തരം ആഡംബരങ്ങൾ ഉണ്ടാകൂ. അതുകൊണ്ട് ഈ വലിയ വലിയ വ്യാജ വാഗ്ദാനങ്ങൾ കണ്ട് മോഹിക്കുന്നത് നിർത്ത്. യുദ്ധം നിന്നെ ഒഴുകുന്നതിന് മുമ്പ് നിന്റെ ഈ സാധാരണ അവസ്ഥയെ അംഗീകരിക്കാൻ നോക്ക്. വീണ്ടും ആ ദ്വീപിൻ്റെ വരണ്ട പ്രദേശങ്ങളിൽ റീന സാക്ഷാൽ ഷിപ്പ് സ്റ്റീലറുമായി മുഖാമുഖം നിൽക്കുകയാണ്. ആ മരുഭൂമിയിലൂടെ ദിവസങ്ങളോളം വിശന്ന് വലയം നടന്ന ശേഷം ആ ഡ്രാഗൺ അവളെ അവിടേക്ക് ഇറക്കി നമുക്ക് സ്വന്തം വീടായ ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോകാമെന്നുള്ള റീനയുടെ വാക്കുകളൊന്നും കേൾക്കാതെ വീണ്ടും പറന്നു പോവുകയാണ്. എന്നാൽ കുറേ വൈകിയാണെങ്കിലും ഷിപ്പ് സ്റ്റീലർ തിരികെ വരുന്നുണ്ട്. ഇത് കണ്ടങ്ങനെ നോക്കുമ്പോൾ ആ പെൺകുട്ടി കാണുന്നത് ആ കാട്ടു ഡ്രാഗൺ താൻ നേരത്തെ വിഴുങ്ങിയ ആടുകളുടെ അവശിഷ്ടങ്ങൾ വളരെ വികൃതമായ രീതിയിൽ ഛർദ്ദിക്കുന്നതാണ്. എന്നിട്ട് അത് നിലത്തിട്ട് ഒരു ചെറിയ തീജ്വാല കൊണ്ട് അതിനെ കത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതുകൊണ്ട് തീർന്നില്ല. അവളെ തൻ്റെ റൈഡറെ അംഗീകരിക്കുന്ന രീതിയിൽ ആ മൃഗം ആ കരഞ്ഞ മാംസത്തിൽ ഒന്നെടുത്തിട്ട് അവൾക്ക് നേരെ എറിഞ്ഞു കൊടുക്കുന്നു. ആ ജീവിയുടെ പൂർണ്ണമായ വിശ്വാസം നേടിയെടുക്കാനും തൻ്റെ പക്ഷത്തേക്ക് പുതിയൊരു ഡ്രാഗൺ ഉറപ്പാക്കാനും വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ റീന തങ്ങൾ തമ്മിലുള്ള ആ മാന്ത്രിക ബന്ധം കൂട്ടിയുറപ്പിക്കാൻ വേണ്ടി ആ പകുതി വെന്ത മാംസം എടുത്ത് തിന്നുന്നു. കിങ്സ് ലാൻഡിങ്ങിൽ ആലിസൺ തൻ്റെ മുറിയിൽ വെച്ച് മകളെ ഹെലേനയോട് സംസാരിക്കുമ്പോൾ തന്നെ കൂടെയുള്ള ഒരു നൈറ്റിന് കൊടുക്കാൻ വേണ്ടി ധൃതിയിൽ ഒരു കത്ത് എഴുതുന്നുണ്ടായിരുന്നു. കൂടാതെ തൻ്റെ ഭർത്താവായ ഏഗോൺ എവിടെയാണെന്ന് ആരും കാണാത്തതുകൊണ്ട് വലിയ ആശങ്കയോടെ ഹെലേന അതേക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. തൻ്റെ വിചിത്രമായ ദർശനങ്ങളിലും പ്രവചനങ്ങളിലും മുഴുകിയിരുന്ന ഹെലേനയ്ക്ക് തൻ്റെ അമ്മയ്ക്ക് ഭാവിയെക്കുറിച്ച് നല്ല പേടിയുണ്ടെന്ന് കൃത്യമായി അറിയാമായിരുന്നു. രാജ്യത്തുള്ള എല്ലാവരെയും പോലെ തന്നെ ഈ യുദ്ധം ഏറ്റവും മോശം രീതിയിലാണ് അവസാനിക്കാൻ പോകുന്നതെന്നും ഈ പ്രക്രിയയിൽ ഒരുപാട് പേർ മരിക്കുമെന്നും ഹെലേനയും അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എയ്മണ്ടും ബാക്കി കാവൽക്കാരും വരാനിരിക്കുന്ന വലിയ തീയെ ഓർത്തിട്ട് കടുത്ത ഭയത്തിലാണെന്ന് അവൾ ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ അലിസൺ അവളുടെ അപായപ്പെടുത്തുന്ന വാക്കുകൾ വലിയ കാര്യമാക്കാതെ കത്തെഴുത്ത് തുടരുകയാണ്. കത്തെഴുതി പൂർത്തിയാക്കി മുദ്ര വെച്ചതും കോട്ടമതിലുകൾക്കുള്ളിലെ ആ ചതിക്ക് തുടക്കമിടാൻ വേണ്ടി ഓർമൺ ഹൈടവറിന് ഈ കത്ത് എത്രയും വേഗം എത്തിച്ചു കൊടുക്കാനും ആവശ്യപ്പെടുന്നു. അതും എയ്മണ്ടിൻ്റെ കള്ളവ് പോയിച്ചിട്ട്. വെസ്റ്റോസിലെ കടലിൽ കോർലിസ് വെലാരിയൻ തൻ്റെ പ്രധാന കപ്പൽ വെച്ച് മകൻ അലിനോട് സംസാരിക്കുകയും തൻ്റെ പഴയ യാത്രകളെക്കുറിച്ച് ഓർത്തെടുക്കുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവൻ അച്ഛനോടൊരു വല്ലാത്ത അവജ്ഞ ഇപ്പോഴും ഉള്ളിലുണ്ട്. ഇതുകൂടാതെ റനീറ പുതിയ ഉത്തരവുകളുമായി ഒരു അടിയന്തര സന്ദേശം അയച്ചിട്ടുണ്ടെന്നും കോർലിസ് അവനെ അറിയിക്കുന്നു. ഏമണ്ടില്ലാത്ത കൃത്യമായ സമയം നോക്കി കിങ്സ് ലാൻഡിംഗ് പെട്ടെന്ന് ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കാനായി ഉപരോധത്തിൽ നിന്നും ചില കപ്പലുകൾ മാറ്റുക എന്നതാണ് ആ പ്ലാൻ. അലിനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച കോർലിസ് താൻ അവൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അച്ഛനെ പോലെ അഭിനയിക്കാൻ ഒരുപാട് വൈകിപ്പോയി എന്നാണ് അലിൻ വളരെ തണുപ്പൻ മട്ടിൽ മറുപടി നൽകുന്നത്. ആ കറക്റ്റ് സമയത്താണ് കപ്പലിലെ മണി ഉച്ചത്തിൽ മുഴങ്ങുന്നത്. ട്രയാർക്കി സംഘം അവരുടെ മുഴുവൻ ശക്തിയോടും അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഗള്ളറ്റിലെ ചാനലുകളിൽ തങ്ങളെയും കാത്ത് ശത്രുക്കളുടെ 52 യുദ്ധക്കപ്പലുകളാണ് ഒളിച്ചിരിക്കുന്നത്. ഈ വലിയ സംഖ്യാബലം കണ്ടിട്ടും കോർലിസ് തൻ്റെ പടയാളികളോട് ധൈര്യത്തോടെ പോരാടാൻ ആവശ്യപ്പെടുന്നു. ആ ശത്രുക്കപ്പലുകളുടെ പരമാധികാരി ഷാരാക്കോ ലോഹാർ എന്ന സ്ത്രീയായിരുന്നു. സീ സ്നേക്ക് എന്ന കോർലിസിൻ്റെ ധൈര്യം ചോർത്താൻ വേണ്ടി
അവൻ്റെ കോട്ട നേരിട്ട് ആക്രമിക്കാനും പിന്നീട് അവനെ ക്രൂരമായി കൊല്ലാനും ആഗ്രഹിക്കുന്ന കടുത്ത ആത്മവിശ്വാസമുള്ളൊരു സ്ത്രീയായിരുന്നു അവൾ. വൈകാതെ യുദ്ധം തുടങ്ങിയ വിവരം അറിഞ്ഞതും ബെയ്ല രാജകുമാരി ഡ്രാഗൺസ്റ്റോണിലെ കോർട്ടിൽ വിവരം അറിയിക്കുന്നു. റനേറ ഈ ഒരു വിവരം അറിയുന്നതും തൊട്ടടുത്ത നിമിഷം ഒന്നും നോക്കാതെ അവിടേക്ക് പൊരുതാൻ ആഹ്വാനം ചെയ്ത് തയ്യാറെടുക്കുന്നതും ഉടൻ തന്നെ അതിലിടപെടാൻ ജെയ്സ് തീരുമാനിക്കുന്നു. ട്രാപ്പുകളുടെ തുടക്കമാണെന്നും ഈ അപകടത്തിലേക്ക് താൻ പോകാമെന്നും ഉറപ്പിച്ചവൻ പറയുകയാണ്. എന്നാൽ റനീറ ഒരിക്കലും സമ്മതിക്കുന്ന ഒന്നല്ല. ഈ പോരാട്ടത്തിലേക്ക് തൻ്റെ മകൻ ഉൾപ്പെടുന്നത് അവൾ ചിന്തിക്കുന്നത് കൂടിയില്ല. കാരണം അത്രയ്ക്ക് റിസ്ക്കാണ്. അമ്മയുടെ ജീവനൊരു ആപത്താണെന്ന് ജെയ്സ് നിൽക്കുന്നെങ്കിലും രാജ്ഞി വളരെ സിമ്പിളായി അങ്ങനെയെങ്കിൽ നീയാകാം അടുത്ത രാജാവ് എന്ന് പറഞ്ഞ് തയ്യാറാകാൻ പോകുന്നു. പക്ഷേ ജെയിംസ് ഒരിക്കലും പിന്മാറാതെ എന്ത് ചെയ്യുന്നു, അവരുടെ കീഴ്സ് ഗാർഡിൽ ഒരാളായ സർ ലോറന്റിനോട് കൽപ്പിക്കുകയാണ് ഇതിനെ എതിർക്കാനായിട്ട്. എന്നാൽ തീർച്ചയായും റനീറയുടെ തീരുമാനത്തെ എതിർക്കാൻ തയ്യാറല്ല അവർ. പക്ഷേ ജെയ്സ് ഓർമ്മിപ്പിക്കുന്ന പ്രതിജ്ഞ എന്ത് വില കൊടുത്തും രാജ്ഞിയുടെ ജീവൻ കാക്കുക എന്നാണ് അവരുടെ ഡ്യൂട്ടി. ഇപ്പോൾ റനീറയ്ക്ക് അബദ്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ സ്വന്തം ബുദ്ധി തന്നെയാണെന്ന് കട്ടിക്ക് പറയുന്നതോടെ ലോറൻ്റ് ആ കടുത്ത തീരുമാനം എടുക്കുന്നു. അവൻ റനീറയുടെ പുറപ്പാട് തടഞ്ഞുകൊണ്ട് കവാടം ലോക്കാക്കുന്നതും ജെയ്സ് ആ ബാറ്റിൽ ഓഫ് ദ ഗഡറിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ബെയിലയും ഓടിയെത്തി ഇത് വൻ അബദ്ധമാണെന്ന് പറയുന്നത് കേട്ട് തൻ്റെ അമ്മയെ സംരക്ഷിക്കാനും അഭിമാനം കൊള്ളിക്കാനും ലഭിച്ച ഒരു സുവർണാവസരമാണിത്. കൂടെ നിന്ന് പൊരുതാൻ പ്രചോദിപ്പിക്കുന്നതിലൂടെ അങ്ങനെ ശത്രുക്കളുടെ കപ്പൽ പടയ്ക്ക് നേരെ തീ തുപ്പാൻ വേണ്ടി അവനും ബെയിലയും തങ്ങളുടെ ഡ്രാഗണുകളായ വെർമാക്സിൻ്റെയും മൂൺ ഡാൻസറുടെയും പുറത്ത് കയറുന്നു. ഇന്നേരം കടലിൽ വൻ ആക്രമണ അന്തരീക്ഷമാണ്. ലോഹാറിന് മരണപ്പകയാണ് സീ സ്നേക്കിനോട്. കാരണം അവളുടെ ജീവിതത്തിൽ കുറേ നാശങ്ങൾ വിതച്ച പോരാളിയാണ് അയാൾ. അവളുടെ പ്രധാന ലക്ഷ്യവും കോളിസ് തന്നെ. അങ്ങനെ പോരാട്ടം തുടങ്ങി സീ സ്നേക്ക് സംഘം കുറച്ച് നായുന്ന നേരത്താണ് കൃത്യസമയത്ത് 2 അഗ്നിക്കാവഴികളും കൂടി അവിടേക്ക് വന്ന് തുള്ളുന്നതും ലോഹാറിൻ്റെ സംഘം വിരളുന്നതും. എന്നാൽ ഇതിനിടയ്ക്ക് ലോഹാർ തൻ്റെ കപ്പലിലെ ആയുധം വെച്ചിട്ട് ജെയ്സന്റെ ഡ്രാഗനെ പിടികൂടുകയാണ്. അതോടെ വെർമാക്സ് പെട്ടുപോകുമ്പോൾ എന്നാൽ ലക്ഷ്യകയായി ബെയ്ല മൂൺ ഡാൻസർ മൊത്തു വന്ന് ആ കയർ അറുത്ത് മാറ്റുന്നു. ഈ ഒരു മുൻതൂക്കം ലഭിച്ചതോടെ കോളിസ് ഡ്രാഗൺസ്റ്റോൺ അതിരുകൾ കടക്കാമെന്ന പ്ലാനിൽ വളരെ ഇടുങ്ങിയ ഒരു ചാനലിലൂടെ അപ്പുറം കടക്കാൻ പദ്ധതിയിട്ട് ഈ സീ സ്നേക്കിൻ്റെ അതുല്യ കഴിവുകൊണ്ട് അവിടെ പാസ് ചെയ്യുന്നു. ഇന്നേരം ഡ്രാഗൺസ്റ്റോൺ പാസിന് പുറത്ത് റീന തൻ്റെ പുതിയ ഡ്രാഗൺ ഷീപ്പ് സിൽഡറുമൊത്ത് അതിവേഗത്തിൽ വരുമ്പോഴാണ് ഈ പോരാട്ടവും ഡ്രാഗണുകളുടെ ചീറലും കേൾക്കുന്നത്. നേരെ അവരെ രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് പറഞ്ഞ് കടലിലാകെ കുഴപ്പത്തിലായിരിക്കുന്ന ആ നാവിക യുദ്ധത്തിൽ തൻ്റെ സഹോദരി ബെയിലെ സഹായിക്കാൻ വേണ്ടി കുതിക്കുകയാണ്. ആ പാറക്കെട്ടുകൾ നിറഞ്ഞ ഇടുങ്ങി ഇടുക്കിലെ അലയടിക്കുന്ന വെള്ളം താങ്ങാൻ ഷെറാക്കോ ലോഹാറിൻ്റെ മുൻനിര കപ്പലുകൾക്ക് കഴിഞ്ഞില്ല. ടയർക്കിയുടെ വലിയൊരു കപ്പൽ ഒരു പാറയിലിടിച്ച് മുങ്ങിപ്പോയി. അതിന് പിന്നാലെ മറ്റൊന്നും കൂടി താണുപോയി. മൂന്നാമതൊരു കപ്പലിനും ഇതേ വിധി തന്നെയാണ് ഉണ്ടായത്. ഭാരം കുറച്ച് വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ വേണ്ടി കപ്പലിലെ ക്യാപ്റ്റന്മാർ പരിക്കേറ്റ പടയാളികളെ കടലിലേക്ക് എറിഞ്ഞു കളയുന്നുണ്ടായിരുന്നു. ഷെറാക്കോയുടെ സ്വന്തം ജനറലിനെ പോലും അവൾ ഇത്രയും ക്രൂരമായ രീതിയിലാണ് കടലിലെറിഞ്ഞ് ബലി കൊടുത്തത്. ഈ ക്രൂരമായ ശുദ്ധീകരണത്തിന് ശേഷം കപ്പലുകൾക്ക് നല്ലതുപോലെ ഭാരം കുറഞ്ഞപ്പോൾ അവരൊടുവിൽ ആലടിക്കുന്ന വെള്ളം കടന്നു പോന്നു. ഭാരം കുറഞ്ഞതുകൊണ്ട് ശത്രുക്കളുടെ കപ്പലുകൾക്ക് ഇപ്പോൾ വെള്ളത്തിൽ നല്ല വേഗതയും എങ്ങോട്ട് വേണമെങ്കിലും പെട്ടെന്നിരിക്കാനുള്ള കഴിവുമുണ്ട്. അലീൻ തൻ്റെ അച്ഛനോട് വളരെ പരിഭ്രാന്തിയോടെ പറയുന്നത് ശത്രുക്കൾക്ക് ഇപ്പോൾ കാറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ടെന്നും അവർ അതിവേഗത്തിൽ തങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ വരികയാണെന്നുമാണ്. ഒരനുഭവസമ്പന്നനായ വീരനെ പോലെ ശാന്തത കൈവിടാതെ കോളിസ് തൻ്റെ പടയാളികളോട് ആയുധങ്ങളുമേന്തി തയ്യാറാകാൻ പറയുന്നു. കാരണം ഇത് ജീവന് വേണ്ടി പോരാടേണ്ട അവസാന നിമിഷമാണ്. അതേസമയം ശത്രുക്കളുടെ ഭാഗത്ത് ലോഹാറും ഇതുതന്നെയാണ് ചെയ്യുന്നത്. വലിയ യുദ്ധവിളികളോടെ അവൾ തൻ്റെ യോദ്ധാക്കളെ ആവേശം കൊള്ളിക്കുന്നു. കപ്പലുകൾ തമ്മിൽ മുട്ടുന്നതിന് തൊട്ടു മുമ്പ് കോളിസ് കടുത്ത വേദനയോടെ തീരത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട കോട്ടയായ ഹൈറ്റൈഡ് ചാരന്മാർ പൂർണ്ണമായും കത്തിച്ച് കളഞ്ഞതാണ്. മരം തകരുന്ന വലിയൊരു ശബ്ദത്തോടെ ഇരു കപ്പലുകളും തമ്മിൽ ശക്തമായി ഇടിക്കുന്നു. പ്രധാന കപ്പൽ ഉടനടി പിടിച്ചെടുക്കാനും ശത്രുക്കളെ മുഴുവൻ കൊല്ലാനും ലോഹാർ ഉത്തരവിടുന്നു. പ്രധാന ഡെക്കിൽ അവൾ വളരെ ക്രൂരമായി യുദ്ധം നയിക്കുമ്പോൾ മുകളിലൂടെ റീനയും അവളുടെ ഡ്രാഗണും വട്ടമിട്ട് പറന്ന് ശത്രുക്കളുടെ കപ്പലുകൾ നേരെ തുടർച്ചയായി തീതുപൊക്കുകയായിരുന്നു. എന്നാൽ വിധിയുടെ ഒരു ക്രൂരമായ വിളയാട്ടം പോലെ യുദ്ധത്തിലെ കടുത്ത പുക കാരണം ആരാണ് സുഹൃത്ത് ആരാണ് ശത്രു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആ കാട്ടു ഡ്രാഗണിൻ്റെ തീജ്വാലകൾ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന റനിയുടെ സ്വന്തം പടയാളികളെ ജീവനോടെ ചുട്ടുപഴിപ്പിച്ചു. ആകാശത്ത് നിന്ന് തനിക്ക് പറ്റിയ ഭയങ്കരമായ ഒരു അബദ്ധം മനസ്സിലാക്കിയ റീന തൻ്റെ സ്വന്തം ആളുകളുടെ ദാരുണമായ മരണത്തിന് കാരണമായതോർത്ത് കടുത്ത നിരാശയോടെയും വിഷമത്തോടെയും കരയുകയാണ്. ഇതേസമയം അവിടെ നടക്കുന്ന വൻ കോലാഹലങ്ങൾക്കിടയിൽ പല പൊട്ടിത്തെറികളും ആക്രമണവും കാരണം പോരാളികളുടെ ഒക്കെ നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. തലയ്ക്കടിയായിട്ട് കോളിസ് തലചുറ്റി വീഴുന്നു. എന്നാൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഉണരുമ്പോൾ തൻ്റെ കപ്പലിൻ്റെ ഡെക്കിൽ നടക്കുന്ന ആ വലിയ ദുരന്തം കണ്ട് അയാൾ ഞെട്ടിപ്പോകുന്നു. ധൈര്യം സംഭരിച്ച് അവൃതനായ ലോഡ് തൻ്റെ വലേറിയൻ സ്റ്റീൽ വാളുമെടുത്ത് ചുറ്റും വളയാൻ ശ്രമിക്കുന്ന ശത്രുക്കളെതിരെ അവശേഷിക്കുന്ന ശക്തിയോടെ പോരാടാൻ തുടങ്ങി. ഒടുക്കം ലോഹാർമൊത്തുള്ള കടുത്ത പോരാട്ടത്തിനിടയിൽ തീയും കേടുപാടുകളും കാരണം പ്രധാന കപ്പൽ 2 കഷ്ണങ്ങളായി പിളരുകയാണ്. കോർലിസ് അവളെ നിലംപതിച്ച് വെട്ടാൻ ഓങ്ങുന്നതും കപ്പൽ കുലുങ്ങുന്നതോടെ നേരിട്ട് ആലടിക്കുന്ന കടലിലേക്ക് വീണ് അയാളെ തിരമാലകൾക്കിടയിൽ കാണാതാവുന്നു. മകൻ അല്ലീൻ തകർന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ തൻ്റെ അച്ഛനെ ആവേശത്തോടെ തിരിയുന്നുണ്ട്.
എന്നാൽ യുദ്ധത്തിനിടയിൽ ഷരാക്കോ ലോഹർ തൻ്റെ അച്ഛനെ കൊന്നുകളഞ്ഞു എന്ന് തെറ്റായി വിചാരിച്ച അവൻ കൊലവിളിയോടെ കടുത്ത ദേഷ്യത്തിൽ അവൾക്കെതിരെ മൃഗത്തെ പോലെ പോരാടാൻ തുടങ്ങി. മറുഭാഗത്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഷീപ്പ് സ്റ്റീലർ ബെയിലയുടെയും അവളുടെ ഡ്രാഗനായ മൂൺ ഡാൻസറുടെയും പിന്നാലെ പോകുന്ന കണ്ട് ജെയ്സ് തൻ്റെ ഡ്രാഗന്റെ പുറത്ത് വീണ്ടും നിയന്ത്രണം ഘടിപ്പിച്ച് കുഴപ്പമുണ്ടാക്കുന്ന ആ നിഗൂഢനായ റൈഡറെ കൊല്ലാൻ അടുത്തേക്ക് എത്തിയപ്പോൾ ആരാണെന്ന് അവൻ ഒടുവിൽ തിരിച്ചറിയുന്നു. തൻ്റെ കസിനായ റീനയെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പോയി. അവൻ ഉടൻ തന്നെ വെർമാക്സിനെ പിന്തിരിപ്പിക്കുന്നതും ഷീപ്പ് സ്റ്റീലർ പിന്നാലെ കൂടുന്നു. ദൗർഭാഗ്യവശാൽ ഈയൊരു സമയം വീണ്ടും ജെയ്സിൻ്റെ ഡ്രാഗണ് നേരെ അവരുടെ ആയുധം തൊടുത്തുവിട്ട് കുടുങ്ങിപ്പോവുകയാണ്. എന്നാൽ ഇത്തവണ ബെയിലേക്ക് രക്ഷിക്കാൻ കഴിയാവുന്നതിലും വേഗത്തിൽ വെർമാക്സ് മെല്ലെ ആ വെള്ളത്തിലേക്ക് പതിച്ചു. പരിക്കേറ്റ അവൻ്റെ ഡ്രാഗൻ ഒടുവിൽ ആ തണുത്ത വെള്ളത്തിലേക്ക് കനത്തോടെ താഴ്ന്നു പോവുകയാണ്. ജെയ്സ് ആകട്ടെ താഴ്ന്നു പോകാതെ ഡ്രാഗണിൽ നിന്നും മാറി ശ്വാസമെടുക്കാൻ വേണ്ടി മുകളിലേക്ക് നീന്തി വരാൻ നോക്കുന്നു. എന്നാൽ അവൻ വെള്ളത്തിൻ്റെ മുകളിലേക്ക് തല നീട്ടിയതും അമ്പുകൾ, ശത്രുക്കളുടെ മൂർച്ചേറിയ അമ്പുകൾ തുടർച്ചയായി അവൻ്റെ ശരീരത്തിലേക്കും നെഞ്ചിലേക്കുമെല്ലാം നേരിട്ട് വന്ന് തറയ്ക്കുന്നു. ആ സിംഹാസനത്തിൻ്റെ യുവ അവകാശിയുടെ ജീവൻ ഒറ്റ നിമിഷം കൊണ്ട് അവിടെ അവസാനിച്ചു. അതേസമയം അല്ലിൻ ഷരാക്കോ ലോഹറിനെ തുടർച്ചയായി ആക്രമിച്ച് അവളെ മുക്കിയും മർദ്ദിച്ചും അവശയാക്കിയ ശേഷം കുത്തിക്കൊന്ന് ആ ഗള്ളറ്റിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. അങ്ങനെ ആ കടുത്ത പോരാട്ടത്തിൻ്റെ വീര്യം കുറയുമ്പോൾ അവിടെ വിലമതിക്കാനാവാത്ത ഒരു വലിയ ഡ്രാഗണും അതിൻ്റെ യുവ റൈഡറും അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ലൂക്കിന് ശേഷം ഇപ്പോൾ ജെയ്സിൻ്റെ ഈ മരണവാർത്ത ഇനി ആ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന കോപ വിസ്ഫോടനമാണ് റണ്ണീറയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒരു സംഹാര താണ്ഡവത്തിൻ്റെ ഉദ്യോഗജനകമായ തുടക്കത്തോടെയാണ് പുതിയ സീസണിൻ്റെ ആദ്യ എപ്പിസോഡ് തന്നെ തുടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഹെവി ജൈജാൻറ്റിക് സ്റ്റാർട്ട്, ചൂടേറിയ ഉശിരൻ കാഴ്ചകളുമായി നമുക്കപ്പോൾ വീണ്ടും കാണാം. ഡ്രാക്കറീസ് ലവ്ലീസ്.